ഓം നമഃ ശിവായ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ അദ്വൈത ദർശനത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഭാഗമാണത്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ, സൃഷ്ടി എന്ന് നമ്മൾ പറഞ്ഞ് കാണുന്നത് സൃഷ്ടാവിനെ തന്നെയാണ്. വിശ്വമായിട്ട് നമ്മൾ കാണുന്നത് ഭഗവാനെ തന്നെയാണ്, വിഷ്ണുവിനെ തന്നെയാണ്. പക്ഷെ നമുക്ക് അത് മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതോ കാണാപ്പുറത്ത് എവിടെയോ ഉള്ള ഒരു ദൈവം, അവിടെ ഇരുന്നിങ്ങനെ റിമോട്ട് കൺട്രോൾ കൊണ്ട് ഈ ഭൂമിയെ ഇല്ലെങ്കിൽ സൃഷ്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ വളരെ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം എത്ര ക്രൂരനാണ് എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം എവിടെയോ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്നൊരു വിചാരം, അങ്ങനെ ഒരു അജ്ഞാനം മനസ്സിലിരിക്കുന്നതാണ്. അദ്വൈത ദർശനത്തിൽ അങ്ങനെയില്ല. അദ്വൈത ദർശനത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ദൈവത്തിനകത്താണ്. അപ്പം ജനിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, നമ്മൾ എപ്പോഴും ദൈവത്തിനകത്താണ്. ഇതാണ് അദ്വൈത ദർശനം. ദൈവത്തിനകത്തെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭാഗമാണ്, അംശം. മമൈവാംശോ ജീവലോക ജീവഭൂത സനാതന ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇനി കാണുന്നൊക്കെ എൻ്റെ ഭാഗങ്ങളാണ്, അംശങ്ങളാണ് എന്ന് പറഞ്ഞു. അംശവും പൂർണ്ണവും തമ്മിൽ വ്യത്യാസമില്ല, അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇപ്പം ഈ ബ്ലഡ് ടെസ്റ്റ് ആണ് എപ്പോഴും ഉദാഹരണമായിട്ട് പറയാം. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒരു സാമ്പിൾ എടുത്താൽ മതി. ആ ബ്ലഡിൽ മുഴുവൻ ഉള്ളത് മുഴുവൻ ആ സാമ്പിളിലുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാൻ എന്ന് വിചാരിക്കുന്ന ഈ ദേഹം എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ഈ 5 ദേഹങ്ങളെക്കുറിച്ചും അതിനെ ചൈതന്യവത്താക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ചും പറയണം, ഓർമ്മിക്കണം. അപ്പോഴാണ് ദേഹം. ഇതിനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയെ എടുത്ത് പഠിക്കാം. സൃഷ്ടിയെ മുഴുവൻ പഠിച്ചതുപോലെയാണ്. കാരണം ഇതാണ് സാമ്പിള് നമ്മളോടൊപ്പം ഉണ്ട്. ഇത് പരീക്ഷിക്കേണ്ട ആരാണ്? ഞാൻ തന്നെ, സയൻറ്റിസ്റ്റ് ഞാൻ തന്നെ. എവിടെ വെച്ച് പരീക്ഷിക്കണം? ഇവിടെ വെച്ച് പരീക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ സാമ്പിളും ലാബും പരീക്ഷിക്കേണ്ട ആളും എല്ലാം ഞാൻ തന്നെയാണ്. അത് കാരണം ഈശ്വര ദർശനം എന്നുള്ളത് അവനവനിൽ സാധ്യമാവുന്നു. ഇതാണ് അദ്വൈത ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വേറെയാണ്. ഈശ്വരനെ വേറെയായിട്ട് കാണുമ്പോൾ, തന്നിൽ നിന്ന് അന്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും. ഇവിടെ ദുഃഖങ്ങൾക്കുള്ള സ്ഥാനം ഇല്ല. കാരണം അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൻ്റെ എന്താണ് സ്വരൂപം? എന്താ? ആനന്ദ സ്വരൂപമാണ്. അപ്പം ഞാൻ ആനന്ദമാകുന്നു. ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് സുഖദുഃഖാദി ദ്വന്ദ്വ അനുഭവങ്ങളിൽ കുടുങ്ങിപ്പോയത്? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഈശ്വര ദർശനമായി. അപ്പോൾ ഈ ഉത്തരം അന്വേഷിക്കലാണ് സത്യ അന്വേഷണം. എന്താണ് യഥാർത്ഥത്തിൽ എന്ന് അന്വേഷിക്കലാണ് നമ്മളുടെ ഈ ജ്ഞാനമാർഗം അല്ലെങ്കിൽ വിചാരമാർഗം, ഈശ്വര അന്വേഷണം എന്ന് പറയുന്നത്. ഈശ്വര അന്വേഷണത്തിന് ഒരുപാട് വിധികളാണ്, ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാം ചേരില്ല. അപ്പോൾ ഓരോരുത്തർക്കും ചേരുന്നത് എന്താണോ ആ വഴിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ പാതയാണ് ഇഷ്ടമെങ്കിൽ ഇത് മാത്രമാണ് ശരി എന്ന് പറയാൻ എനിക്കൊരു അവകാശമില്ല. ഈ പാതയിൽ കൂടെ വരാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ പാതയിൽ കൂടെ വരാം. എല്ലാ പാതകളും എല്ലാ മാർഗങ്ങളും എത്തിച്ചേരുന്നത് ഇവിടെ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുന്നത് വരെ ഈ യാത്ര തുടരേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ മതപരമായ വിശ്വാസങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല എന്നുള്ള. കുറേ അനുഷ്ഠാനങ്ങൾ ചെയ്തു, കുറേ ആചാരങ്ങൾ ചെയ്തു, അതിൽ തീർന്നു. അവിടെയാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചു, ഇതുവരെ ഞാൻ ഒരാളെ ഉപദ്രവിച്ചില്ല, ഒരു ദുഷ്ടത്തരവും ഞാൻ ചെയ്തില്ല, പിന്നെ എനിക്ക് എന്തിനാണ് ദൈവം ഈ സങ്കടം തരുന്നത്? ഇത് മതപരമായ ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ സുഖവും ദുഃഖവും
ഈശ്വരൻ്റെ രൂപങ്ങൾ തന്നെയാണ്. എല്ലാവിധ അനുഭവങ്ങളും ഈശ്വരൻ്റെ രൂപം. നമ്മൾ കണ്ടു, ഇപ്പം ഈ സൃഷ്ടി എന്ന് പറയുന്നത് സ്രഷ്ടാവിൽ നിന്ന് ഭിന്നമല്ലെങ്കിൽ സൃഷ്ടിയിലുള്ള സകലതും സ്രഷ്ടാവ് തന്നെയാണ്. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒക്കെ സൃഷ്ടിയിലുണ്ടെങ്കിൽ ആ അനുഭവങ്ങളായിട്ട് അനുഭവപ്പെടുന്നത് ഈശ്വരനെ തന്നെയാണ്. ഇനി എനിക്ക് ദുഃഖമായിട്ടുള്ളത് എല്ലാവർക്കും ദുഃഖമാവണം എന്നില്ല. ചിലർക്കത് സുഖകരമായൊരു അനുഭവമായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഓട്ട പന്തയത്തിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഓരോരുത്തരും ഒരു റേസിൽ പങ്കെടുത്തു. അതിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ വളരെ സന്തോഷമാണ്, ഞാൻ 1ാമനായി. എന്നാൽ അതേസമയം 2ാമനായ അയാൾക്കത് ദുഃഖമാണ്. 1ാമനാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം. അയാൾ ഓടിയിട്ടുണ്ടോ, 3ാമനും എത്തിയിട്ടുണ്ടോ. അപ്പൊ എനിക്ക് സുഖകരമായ ഒരു അനുഭവം വേറൊരാൾക്ക് ദുഃഖകരമാണ്. ഇനി ഇത് തിരിച്ചാ സംഭവിച്ചെങ്കിലോ? ഇതുപോലെ തന്നെ എനിക്ക് സുഖം എന്ന് ഞാൻ വിചാരിക്കേണ്ടിയിരുന്ന ഒരു അനുഭവം ദുഃഖമായിട്ടാണ് ഞാൻ അനുഭവിക്കേണ്ടത്. ഈ ഇന്റർപ്രിട്ടേഷൻ ഓരോ വ്യക്തിയെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മറന്നു പോകുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് ഈശ്വരനകത്താണ്. ആ സംഭവത്തിൽ പങ്കെടുത്തവരൊക്കെ ഈശ്വരന്റെ അംശങ്ങളാണ്. ആ സങ്കല്പം നടന്നത് ഈശ്വര സങ്കല്പം അനുസരിച്ചിട്ടാണ്. ഇത്രയും നമ്മൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയായി. ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ വിരോധങ്ങളൊന്നും തോന്നില്ല. ഒരു സംഭവം നമുക്ക് വ്യക്തികളോട് വിരോധം തോന്നുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോടും വിരോധമില്ല എന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തിയോടും നമുക്ക് വിരോധമില്ല. നമുക്ക് ഇത്തിരി അവരോട് വിരോധം തോന്നാൻ കാരണം അവരുടെ കർമ്മങ്ങളാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ, എനിക്ക് ദോഷകരമാവുന്ന വിധത്തിൽ ഒരാൾ ഒരു കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മത്തിനോടാണ് ഞാൻ പ്രതികരിക്കേണ്ടത്, വ്യക്തിയോടല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ വ്യക്തിയോടെ പ്രതികരിക്കുക. കാരണം ആ കർമ്മം വന്നത് ആ വ്യക്തിയിൽ നിന്നാണ്. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പം അറിവിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കർമ്മങ്ങളോട് നമ്മൾ പ്രതികരിക്കും, വ്യക്തിപരമായിട്ട് നമുക്ക് വിദ്വേഷങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം ഒക്കെ ഒരു പൂജയായിട്ടാണ് മാറുന്നത്. അപ്പം മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം പൂജയായിട്ട് വരുന്നത്. അവിടെ യുദ്ധം എന്നതൊരു കർമ്മങ്ങളാണ്. രണ്ട് ഭാഗത്തുള്ള കർമ്മങ്ങളുടെ ഏറ്റുമുട്ടലാണ്, വ്യക്തികളുടെ ഏറ്റുമുട്ടലല്ല സംഭവിക്കുന്നത്. രാമായണ മാസം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എവിടെയൊക്കെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ, വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടോ, യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം കർമ്മങ്ങൾ തമ്മിലാണ്. ആൾക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളാണെങ്കിലോ അഹങ്കാരത്തിന്റെ തലത്തിലുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചേ? അഹങ്കാരങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടി. അഹങ്കാരത്തിന്റെ ഏറ്റുമുട്ടലുകൾ ഇല്ലെങ്കിൽ ആനന്ദം. ഇതാണ് അദ്വൈത ദർശനം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. അതുകൊണ്ട് ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾ എല്ലാവരും ആനന്ദത്തിലാണ്. കാരണം അവർ അഹങ്കാരം എന്ന ആ തലത്തിനും അപ്പുറത്താണ്. ഇതാണ് നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മുഖ്യമായിട്ട് പഠിക്കാനുള്ളത്. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഗുണം? അതിൻ്റെ ഗുണം എനിക്ക് ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. കുന്തി സ്തുതിയൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം. സുഖത്തിലും ദുഃഖത്തിലും ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുന്ന അമ്മ. ആ തലത്തിലേക്ക് എത്തി എല്ലാവരും കുന്തിയായി. ഇതാണ് ഒരു ഭക്തന്റെ സ്ഥാനം. ഭക്തന് സുഖ ദുഃഖങ്ങൾ ഒന്നുമില്ല, അതിനപ്പുറമാണ്. പൂന്താനം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ സ്വന്തമായി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആനന്ദത്തിനായിട്ട് നമ്മൾ മറ്റു വസ്തുക്കളെ, ബാഹ്യമായ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ആനന്ദമാണ്, എൻ്റെ സ്വരൂപം ആനന്ദമാണ് എന്ന അനുഭവത്തിൽ ഇരിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ ഉപനിഷത്ത് പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ തത്വങ്ങളൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം പഠിക്കുകയല്ല ചെയ്യാം. അത് സ്കൂളിലെ പഠനമാണ്. 5ാം ക്ലാസ്സിൽ പഠിച്ചു, മറന്നുപോയി, 6ാം ക്ലാസ്സിൽ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ചെന്നിപ്പോൾ മിക്കവാറും 90% നമുക്ക് ഓർമ്മയില്ല, ഉപകാരപ്പെടാറുമില്ല. പക്ഷേ ആധ്യാത്മിക ശാസ്ത്ര പഠനം അവനവനെ കുറിച്ചുള്ള പഠനമാണ്. ഓരോ പഠനവും ഓരോ ക്ലാസ്സും കഴിയുന്നതനുസരിച്ച് നമ്മൾ സ്വയം മാറുന്നുണ്ടോ? എൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു യാത്ര, അന്തർമുഖമായിട്ടുള്ള ഈ എന്താ പറയുക, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തര്യാമിയിലേക്കുള്ള ഈ യാത്ര നീങ്ങുന്നുണ്ടോ, പുരോഗതിയിലേക്ക് നീങ്ങുന്നുണ്ടോ? ഇത് നമ്മൾ പടിപടിയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം.
കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്ന് പറയാനുള്ള കാരണത്തിനെ കുറിച്ച് നമ്മൾ ഉപാദാന കാരണം, നിമിത്ത കാരണം, സാകാരി കാരണം 3 കാര്യങ്ങളെ കണ്ടു. ഇത് 3ഉം ഒന്നായത് കാരണം സൃഷ്ടിയും സൃഷ്ടാവും വ്യത്യാസമില്ല. ഇതാണ് അദ്വൈത ദർശനം പറയുന്നത്. രണ്ടായിട്ട് മറ്റൊന്നില്ലാത്ത അവസ്ഥ. ഈ തലത്തു നിന്നാണ് ഇനി അടുത്ത ചോദ്യം വരുന്നത്. സൃഷ്ടി എങ്ങനെ ഉണ്ടായി? സയൻസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ഇതന്നെ. സൃഷ്ടി എങ്ങനെ ഉണ്ടായി, എപ്പോൾ ഉണ്ടായി? അദ്വൈത ദർശന പ്രകാരം സയൻസിന്റെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഡയമെൻഷൻ ഉണ്ടെങ്കിലേ സയൻസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഈ അപരിമേയമായത്, അങ്ങനെ പറയാം, ഡയമെൻഷൻ ഇല്ലാത്തതും ബൗണ്ടറീസ്, അതിർത്തികളും ഇല്ലാത്ത ഒരു സാധനത്തിനെ അന്വേഷിക്കണമെങ്കിൽ സയൻസിന് ബുദ്ധിമുട്ടാണ്, പറ്റില്ല. പിന്നെ സയൻസ് അന്വേഷിക്കുന്ന ജാഗ്രത അവസ്ഥയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. സ്വപ്നാവസ്ഥയിലെ അനുഭവങ്ങളെക്കുറിച്ചോ സുഷുപ്തി അവസ്ഥ എന്നൊരു അനുഭവത്തെക്കുറിച്ചോ സയൻസിന് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതിന് വീണ്ടും അടുത്ത തലത്തിലേക്ക് സയൻസ് വളരേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടി എന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായിട്ട് ഉത്തരമൊന്നുമില്ല, അത് സയൻസ് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ബാലിശമായൊരു വാദമാണ്. കാരണം സയൻസ് എല്ലാം തികഞ്ഞു എന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇവർ വാദിക്കുന്നത്. നമ്മളിപ്പോഴും യുക്തിവാദി ചാനലിലൊക്കെ പോയാൽ ഇത് തോന്നും, അത്ര അത്ഭുതം തോന്നും, ഇവരെങ്ങനെ ഇങ്ങനെ വാദിക്കുന്നത്. സയൻസ് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല അല്ലേ? സയൻസ് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഈ പ്ലെയിൻ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. ഇപ്പോഴും ഇരുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റിനാണോ ഫോൾട്ട് പറ്റിയത്, ഫ്യൂവൽ ലൈനിലാണോ ഫോൾട്ട് പറ്റിയത്, അതോ ചിപ്പിനാണോ ഫോൾട്ട് പറ്റിയത്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈയിലാണോ ഫോൾട്ട് പറ്റിയത്? എന്തായാലും ഇത്ര ആൾ മരിച്ചു. നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത്രയും ആൾക്കാർ മരിക്കാനുള്ളവർ എങ്ങനെ ഒരുമിച്ചൊരു സ്ഥലത്ത് വന്നു ചേർന്നു, എങ്ങനെ ഈ ഒരു അപകടമുണ്ടായി? ഈ അന്വേഷണത്തിൽ വ്യത്യാസമുണ്ട്. സമാനമായിട്ട് ഒരേ സമയത്ത് മരിക്കേണ്ട കുറച്ച് ആൾക്കാർ എങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി എന്ന് പറഞ്ഞാൽ ഈ ദേഹബോധത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്. ആ തലത്തിൽ അന്വേഷണം ഒരിക്കലും സയൻസിന് സാധിക്കില്ല. ദാർശനികമായ തലങ്ങളിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തിയാവസ്ഥയ്ക്കും അതീതമായിട്ടുള്ളൊരു തലം, ഈ 3 തലങ്ങൾക്കും അതീതമായിട്ട് എന്തോ ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ നമ്മൾ അറിയുന്നുണ്ട്. ഞാൻ ഉണർന്നതും സ്വപ്നം കണ്ടതും ഉറങ്ങിക്കിടക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് 3 ഈ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു, ഞാൻ അറിയുന്നുണ്ട്. ആ ഞാൻ ആരാണ്? അതിനുള്ള ഉത്തരമാണ് ബ്രഹ്മം. ബ്രഹ്മം നിർഗുണ നിരാകാരമാണ്. ഈ കാണുന്ന സൃഷ്ടി സഗുണ സാകാരമാണ്. നിർഗുണ നിരാകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല, അത്ര സൂക്ഷ്മമായ തലമാണ്. സഗുണ സാകാരം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾക്ക് അധീനമായിട്ടാണ് ഇരിക്കുന്നത്. രൂപങ്ങളുണ്ട്. സാകാരം എന്ന് പറഞ്ഞാൽ രൂപങ്ങളുള്ളത്. അപ്പം ത്രിഗുണങ്ങൾ ഉള്ളതും അതിന് അധീനമായിട്ടിരിക്കുന്നതും രൂപങ്ങളുമുള്ള ഈ അനുഭവ മണ്ഡലം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതിൻ്റെ സോഴ്സ് നിർഗുണ നിരാകാരമാണ്. ഗുണാതീതമായൊരവസ്ഥയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ആകാരങ്ങളില്ലാത്ത അവസ്ഥയിൽ. എന്തുകൊണ്ടാണ് ആകാരങ്ങളില്ലാതെ വരുന്നത്? അനന്തമാകുന്നു, അതിർത്തികളില്ല എന്ന് പറഞ്ഞു. കാലപരിച്ഛേദ ശൂന്യം, ദേശപരിച്ഛേദ ശൂന്യം, വസ്തുപരിച്ഛേദ ശൂന്യം. കാലം, ദേശം, വസ്തു ഇതുകൊണ്ടൊന്നും അതിരുകളാൽ ബാധിക്കപ്പെടാത്തതും അതിരുകളില്ലാത്തതുമായിരിക്കുന്നത് എന്താണോ അത് ബ്രഹ്മം. നമ്മൾ മുമ്പ് പഠിച്ചു. അങ്ങനെയുള്ളൊരു ബ്രഹ്മം എങ്ങനെ ഗുണങ്ങൾക്ക് അധീനമായി, എങ്ങനെ രൂപങ്ങളായി പ്രകടമായി? ഇതിൻ്റെ ഉത്തരം കാണുകയാണ് ദർശനം, അദ്വൈതത്തിലൂടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന സൃഷ്ടി എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ കാരണമായി? അനുഭവങ്ങളാണ് സൃഷ്ടി എന്ന് പറഞ്ഞു. അനുഭവങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സൃഷ്ടി അനുഭവിക്കാൻ പറ്റുള്ളൂ. ഏതൊരു വസ്തുവിനും, ഇപ്പോൾ ഒരു വസ്തു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഓർമ്മിക്കുക, ഒരു മൊബൈൽ ഫോൺ കാണിച്ചാൽ ഈ മൊബൈൽ കാണുന്നു എന്ന അനുഭവം ഉണ്ടെങ്കിലേ മൊബൈൽ എന്ന സൃഷ്ടിയെ ഞാൻ അറിയുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ അനുഭവമാണ് അങ്ങനെ നോക്കുമ്പോൾ.
അപ്പോൾ നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ സഗുണ സാകാരമായ അനുഭവമായി മാറുന്നു? സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ദാർശനികമായ തലത്തിൽ ആ ചോദ്യത്തിന് നമ്മളൊന്ന് തിരിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് അനുഭവം? നിർഗുണ നിരാകാരമായ ബ്രഹ്മം എങ്ങനെ സഗുണ സാകാരമായി അനുഭവപ്പെടുന്നു? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. കാരണം സൃഷ്ടി എന്ന് പറഞ്ഞാൽ അനുഭവം. ഇതിൻ്റെ ഉത്തരമാണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഇവിടെ ഗുരു ഡയറക്റ്റ് അതിൻ്റെ ഒരു ഉത്തരം പറയുന്നില്ല. ഈ കഥ നമ്മൾ പല പ്രാവശ്യം പല സ്ഥലത്തും വെച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ തലത്തിൽ ഒരു ഉത്തരം അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ബ്രഹ്മം ഉണ്ടായിരുന്നു, ഒന്നായി ഞാൻ പലതാവട്ടെ എന്ന് ആഗ്രഹിച്ചു, അങ്ങനെ അത് പലതായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കഥകൾ വരും. എന്നിട്ട് ഇവരെന്ത് പറയും? അതൊക്കെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്ന് പിന്നെ മായയുണ്ടായി, മായ പിന്നെ പലതായിട്ട് പിരിഞ്ഞു. എന്തിനു പിരിഞ്ഞു? അതിന് ടു പ്ലേ, ഡിവൈൻ പ്ലേ എന്ന് പറയും, ലീല. എന്തിന്? ദൈവത്തിന് ആസ്വദിക്കാൻ. അപ്പൊ ദൈവത്തിന് ആസ്വദിക്കണമെങ്കിൽ ദൈവത്തിന് ബോറടിച്ചോ? അതിന്റെ മുന്നേ സൃഷ്ടിക്ക് മുമ്പ് എന്താ ദൈവം ബോറടിച്ചിരിക്കുകയെന്ന് അങ്ങനെ തിരിച്ചു ചോദിക്കും. അവിടേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മതപരമായിട്ടുള്ള പല സങ്കല്പങ്ങൾക്കും തിരിച്ച് യുക്തിയോട് കൂടി പറയാൻ മതങ്ങൾക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വേണം ഉപനിഷത്തുക്കളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ശാസ്ത്രീയമായിട്ടൊരു അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സയൻസിനും അതീതമായ തലത്തിലാണ് അതിന് ഉത്തരമുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. പറയാൻ സാധിക്കാന്നാണ് വാദിച്ച് ജയിക്കാനല്ല, നമുക്ക് ബോധിക്കണം. അവനവനിൽ ബോധിക്കുമ്പോഴാണ് ആ തലത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇത്രയും ആമുഖമായിട്ട് പറയുന്നു. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ചാണ്. ഒന്നായ ഞാൻ എങ്ങനെ പലതായി? ഈ കാണുന്ന സൃഷ്ടി ഭിന്നമായി കാണപ്പെടുന്ന ബ്രഹ്മം ഏകമാണ് എന്ന് പറഞ്ഞു, പക്ഷേ സൃഷ്ടി പലതാണ്. ഏകമായ ബ്രഹ്മം എങ്ങനെ പലതായി മാറി? നിർഗുണ നിരാകാരമായ ബ്രഹ്മം എങ്ങനെ സഗുണ സാകാരമായി ഈ കാണുന്നതായി മാറി? ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം അന്വേഷിക്കലാണ് ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഈ കാണുന്ന ദ്വന്ദ്വാനുഭവങ്ങളെല്ലാം ആശ്രയമായിട്ടുള്ളതും നിരാശ്രയമായിട്ടുള്ളതും സത്യമായിട്ടുള്ളതും അസത്യമായിട്ടുള്ളതും എങ്ങനെ ഈ കാണുന്ന ദ്വന്ദ്വ അനുഭവങ്ങളെല്ലാം ഇപ്രകാരം ഉണ്ടായി. ഇപ്രകാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് വേറെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ഈ ദ്വന്ദ്വ അനുഭവങ്ങളെ, എക്സ്ട്രീം ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം ഞാൻ അനുഭവിക്കുന്നു, അസത്യവും ഞാൻ അനുഭവിക്കുന്നു. ആശ്രയങ്ങളുള്ള കാര്യങ്ങളെ ഞാൻ അറിയുന്നു, നിരാശ്രയമായിട്ടുള്ളതിനെ അറിയുന്നു, ഉഷ്ണത്തിനെ ഞാൻ അറിയുന്നു, ശീതത്തിനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് അനുഭവ മണ്ഡലമായിട്ട് രൂപപ്പെട്ടു വന്നു. അതിനെന്താണ് കാരണം? അതെങ്ങനെയാണ് കാരണം? അവിടെയാ പറഞ്ഞ സ്വകാമയത, അത് ആഗ്രഹിച്ചു. ബ്രഹ്മം ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? ബഹുസ്യാം പ്രജയായേതി, പലതായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തപസ് ചെയ്തു. പിന്നെന്തായി? തപസ് ചെയ്തതിൻ്റെ ഫലമായി പലതും ഉണ്ടായി, ഭിന്നമായി ഉണ്ടായി. ആ ഭിന്നതയിൽ അനുപ്രവേശിച്ചു, അതിലേക്ക് ബ്രഹ്മം പ്രവേശിച്ചു. അങ്ങനെ അത് സൃഷ്ടിയായിട്ട് മാറി, അനുഭവമായിട്ട് ചൈതന്യവത്തായി മാറി. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ. ഇത് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാവും. നമുക്കൊന്ന് നോക്കാം. ആ ആത്മാവ് ഞാൻ പലതായി തീരണം, ഞാൻ ജനിക്കണം എന്നാഗ്രഹിച്ചു. എന്നിട്ട് തപസ് അനുഷ്ഠിച്ചു. തപസ് അനുഷ്ഠിച്ച് ഈ കാണുന്ന ജഗത്തിനെയെല്ലാം സൃഷ്ടിച്ചു. അതിനെ സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സത്യസ്വരൂപനായ ആത്മാവ് രൂപമുള്ളതായും രൂപമില്ലാത്തതായും, നിർവചിക്കപ്പെട്ടതായും നിർവചിക്കപ്പെടാത്തതായും, ആശ്രയമുള്ളതായും ആശ്രയമില്ലാത്തതായും, ചേതനമായും അചേതനമായും, സത്യമായും അസത്യമായും ഭവിച്ചു. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം
സത്യം എന്ന് പറയുന്നു. ഇതിനെ സംബന്ധിച്ചും ഒരു മന്ത്രമുണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രബലമായിട്ട് വരുന്നൊരു ചോദ്യം, ബ്രഹ്മം എന്തിനു പലതാവണം എന്ന് ആഗ്രഹിച്ചു? ആഗ്രഹം ആർക്കാണ് ഉണ്ടാവുക? അപൂർണതയിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാവുക. എനിക്കിത് വേണം അത് വേണം എന്ന് തോന്നുന്നത് അതില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മം ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന് അപൂർണതയുണ്ടോ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണല്ലോ ആഗ്രഹം ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹമല്ല, സങ്കല്പങ്ങൾ ഉണ്ടായി. സങ്കല്പങ്ങൾ എന്തിനുണ്ടാവുന്നത്? സങ്കല്പങ്ങൾ സഹജമാണ്, ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്. ബ്രഹ്മത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ബ്രഹ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് മായ. അതൊരു പ്രതിഭാസമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. തീക്ക്, അഗ്നിക്ക് എങ്ങനെയാണോ ചൂട്, അതുപോലെ ബ്രഹ്മത്തിൽ സഹജമായിട്ട് സങ്കല്പങ്ങൾ ഉണ്ടാവും. അതിനാണ് ഇവിടെ തപസ് അനുഷ്ഠിച്ചു പറയുന്നത്. അങ്ങനെ ഒരു തപസ്, ബ്രഹ്മത്തിന് തപസ് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. തപസ് എന്തിനാ അനുഷ്ഠിക്കുന്നത്? ബ്രഹ്മത്തിൽ എത്തിച്ചേരാനാണ്. പിന്നെ ബ്രഹ്മത്തിന് എന്തിനാ തപസ് ചെയ്യുക? വേണ്ട. പക്ഷെ വാക്കുകൾ ഇത്രേ പറ്റുള്ളൂ. ബ്രഹ്മത്തിനെ ഒരിക്കലും ഒരു വിധത്തിലും വാക്കിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ അറിയപ്പെടുന്ന വാക്കുകളും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്. ബാക്കി നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഇവിടെ സ്വകാമയത, അവൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ബ്രഹ്മം ആഗ്രഹിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥമെങ്കിലും ബ്രഹ്മത്തിൽ ഒരു സങ്കല്പമുണ്ടായി. എന്താണ് സങ്കല്പം? പലതായി മാറട്ടെ എന്നൊരു സങ്കല്പമുണ്ടായി. അങ്ങനെ സങ്കല്പം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? പലതായിട്ട് മാറി. പലതായിട്ട് മാറി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ പലതിനെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. പലതായി, അതാണ് ഞാൻ അതിൽ പ്രവേശിച്ചു പറഞ്ഞു. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത, ഭഗവാൻ പറഞ്ഞ പോലെ നമ്മൾ പോയിട്ട് ഈ വിഷയവസ്തുക്കളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുമ്പോഴാണ് ഞാൻ അനുഭവിച്ചു എന്ന അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പലതായിട്ട് മാറിയതിൽ ഞാൻ ചേരണം, അതിനാണ് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് എന്തുണ്ടായി? അതെല്ലാം പലതായി മാറി ഭിന്ന ഭിന്ന സ്വഭാവങ്ങളുള്ളതായി ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അതാണ് ആശ്രയമുള്ളതും ആശ്രയമില്ലാത്തതും, നിർവചിക്കപ്പെട്ടതും നിർവചിക്കപ്പെടാത്തതും എന്ന് പറഞ്ഞാൽ പരസ്പരം ഭിന്നമായിട്ടുള്ള പലതുമായിട്ട് ഞാൻ എന്നെ മാറ്റി, ഞാൻ എന്നെ അനുഭവിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ, അപ്പോൾ ഈ കാണുന്ന ലോകം എന്നിൽ നിന്ന് ഭിന്നമല്ല, ഞാൻ തന്നെയാണ്, എൻ്റെ സങ്കല്പമാണ്. എൻ്റെ സങ്കല്പം തന്നെയാണ് പലതായി മാറി, ഞാനും അതിൻ്റെ ഭാഗമായി. എന്നിൽ നിന്ന് അന്യമായിട്ട് ഞാൻ അതിനെ ഒരു ലോകമായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു തത്വത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായി കാര്യം. ലോകമായിട്ട് ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്, ലോകാനുഭവങ്ങളായിട്ട് കാണുന്നത് എന്നെ തന്നെയാണ്. എൻ്റെ സങ്കല്പത്തിനെയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അനുഭവ മണ്ഡലങ്ങളെല്ലാം ബോധതലത്തിൽ ഘനീഭവിക്കുന്ന ചിന്തകളാണ്. ഇതാണ് എൻ്റെ നിർവചനം. ഓരോ അനുഭവവും ബോധമണ്ഡലത്തിൽ ഘനീഭവിക്കുന്ന ചിന്തകളാണ്. ചിന്തകൾ എന്ന് പറഞ്ഞാൽ സങ്കല്പം. ഒരു സങ്കല്പം ദൃഢമായി ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അനുഭവ മണ്ഡലങ്ങളായി. ഇതാണ് അദ്വൈതത്തിന്റെ മർമ്മം. എന്നിൽ നിന്ന് അന്യമല്ല ലോകം എന്നുള്ള ഓരോ വ്യക്തിക്ക് അറിയാം. പക്ഷെ നമ്മൾ ഇതൊക്കെ എങ്ങനെയൊക്കെ തിയറി പഠിച്ചു കഴിഞ്ഞാലും അത് നിൽക്കില്ല. കാരണം എന്താണ്? നമുക്കത് ബോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും കാലം വേറെ ലോകത്തിനെയും വേറെ ആൾക്കാരെയും എന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു ലോകത്തിന് കണ്ടിരിക്കുകയാണ്. ഇവിടെ ഗുരു പറയുന്ന ഒരു ഉദാഹരണം സ്വപ്ന ലോകത്തിനെ കുറിച്ചാണ്. സൃഷ്ടിയെക്കുറിച്ച് ഡയറക്റ്റ് ആദ്യം പറഞ്ഞതേയില്ല. ഒരു സ്വപ്ന ലോകത്തിന്റെ ഉദാഹരണം പറഞ്ഞു തന്നു. എന്താണ് ഉദാഹരണം? സ്വപ്ന ലോകം എങ്ങനെ ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വപ്ന ലോകത്തിലൊരു സങ്കല്പം ഉണ്ടായി. എന്താണ്?
സ്വകാമയത എന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു. സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരുന്നത്. ആദ്യം സ്വപ്നത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടായി, ഞാനൊരു സ്വപ്നലോകമായി മാറട്ടെ. അതായത് ഞാൻ എന്നെ തന്നെ പലതായി കാണണമെന്ന് ആഗ്രഹിക്കും. സ്വപ്നം നമ്മളിൽ നിന്ന് ഒരിക്കലും പുറത്തല്ല, നമ്മളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? ആ സങ്കല്പം ദൃഢമായി, തപസ് അനുഷ്ഠിച്ചു. ആ സങ്കല്പം ദൃഢമായപ്പോൾ എന്തുണ്ടായി? പല പല രൂപങ്ങളായിട്ട് മാറി. ശരിക്കും മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, മാറിയതായിട്ട് അനുഭവപ്പെട്ടു. എന്നിട്ടോ ഞാൻ അതിനെല്ലാം അനുഭവിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ അതിലേക്ക് പ്രവേശിച്ചത്. സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ചൈതന്യം സ്വപ്നലോകമായിട്ട് മാറി, സ്വപ്നലോകത്തിലെ പല വസ്തുക്കളുമായിട്ട് മാറി, പല ജീവജാലങ്ങളുമായിട്ട് മാറി. എന്നിട്ട് ഈ ചൈതന്യം തന്നെ അതിനെ അനുഭവിക്കാൻ തുടങ്ങി. എന്തെല്ലാം അനുഭവങ്ങൾ? എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങൾ സ്വപ്നലോകത്തിൽ. ഇത് ഈ വ്യക്തിയിൽ നിന്ന് ദൂരെയാണോ, അന്യമാണോ? അല്ല, ആ വ്യക്തി തന്നെയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല, ആ ചൈതന്യം, ആ ജീവചൈതന്യം. ഏതൊരു ജീവചൈതന്യമാണോ ഈ സ്വപ്നലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ചൈതന്യം തന്നെയാണ് സ്വപ്നമായതും സ്വപ്നത്തിലെ വസ്തുക്കളും ജീവജാലങ്ങളായി മാറിയതും അതിലെ അനുഭവങ്ങളായിട്ട് മാറിയതും. അപ്പോൾ ഒന്നായിരിക്കുന്ന ഞാൻ എൻ്റേതായൊരു ലോകമായിട്ട് മാറി, ഞാൻ ലോകമായിട്ട് മാറി. സ്വപ്നമായിട്ട് ഞാൻ എന്നെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നിത്യാനുഭവമാണ്. എല്ലാ ഉപനിഷത്തും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ സ്വപ്നലോകത്തിനെ ഓരോ ജീവനും ഈ സ്വപ്നലോകത്തിനെ എങ്ങനെ അനുഭവിക്കുന്നുവോ അതേപോലെ ജാഗ്രത അവസ്ഥയിലും അനുഭവിക്കുന്നു. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും തമ്മിൽ വ്യത്യാസമില്ല. ഇതാണ് അദ്വൈത ദർശനം പറയുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് സ്വപ്നലോകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണേയില്ല. കാരണം നമ്മളുടെ അഹം മാറി, നമ്മൾ ജാഗ്രത അവസ്ഥയിൽ വിശ്വനായിട്ടിരിക്കുന്ന സമയം. സ്വപ്നാവസ്ഥയിൽ നമ്മൾ തൈജസ്സാണ്, സ്വപ്നലോകത്തിലാണ്. പക്ഷെ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മറ്റേ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ അവസ്ഥയെക്കുറിച്ചും അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഓരോ അവസ്ഥയും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അതാണ് സത്യം, നമ്മൾ സത്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മുടെ നേരിട്ടുള്ള അനുഭവമാണ്. ഇപ്പം നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്വപ്നാവസ്ഥയും സുഷുപ്തിയും വരുന്ന കാരണം നമ്മൾ വിചാരിക്കും ഓരോ ദിവസം മാറി അങ്ങനെ. ഇതിന് നമ്മൾ എപ്പോഴും ഉണരണം. നമ്മൾ ഈ തപസ് കൊണ്ടോ ആത്മജ്ഞാനം കൊണ്ടോ ഭക്തി കൊണ്ടൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഉണർന്നിരിക്കുന്ന സ്വപ്നാവസ്ഥ, ഉണർന്നിരിക്കുന്നു എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വപ്നാവസ്ഥയിൽ നിന്ന് നമ്മൾ ശരിക്ക് സത്യത്തിലേക്ക് ഉണരുമ്പോഴേ ഇതറിയുന്നുള്ളൂ. യോഗവാസിഷ്ടത്തിലൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഉണർവിലേക്ക് ഉണരുക. അമ്മയുടെ ഉപദേശം പറയുന്നത് ഉണരുവിൻ മക്കളെ പറയാം. ഉണരുവിൻ. എങ്ങോട്ട് ഉണരണം? സത്യത്തിലേക്ക് ഉണരുവിൻ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത നമ്മുടെ കഠോപനിഷത്തിൽ പറയുന്നത് ഇതുപോലെ തന്നെ. എഴുന്നേൽക്കൂ, ഉണരൂ. അതിനെന്ത് വേണം? ആചാര്യന്മാരെ സമീപിച്ചു സത്യം എന്താണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. ഈ ഉണർവാണ് വേണ്ടത്. അപ്പോൾ സ്വപ്നാവസ്ഥയെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് അവനവൻ്റെ സ്വപ്നലോകം എങ്ങനെയുണ്ടായി. ഈ അനുഭവത്തിനെ സ്വപ്നത്തിലെ സൃഷ്ടി. ജാഗ്രത അതുപോലെ തന്നെയാണ്. ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുമ്പോൾ എൻ്റെ സങ്കല്പം, എൻ്റെ ലോകം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അതാണ് ഒരു സ്ഥലത്ത് എല്ലാവരും ഒത്തുകൂടിയാൽ പോലും ഓരോ വ്യക്തിക്കും ആ അനുഭവം പലതാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ശരി, ഒരാൾ പറഞ്ഞത് തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പുതിയ ഫിലിം റിലീസായി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ വരും. ഈ റിവ്യൂ പറയുന്ന വിദഗ്ധന്മാർ ഒത്തിരി ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ വരും. റിവ്യൂവിൽ എന്താ പറയുന്നത്? ആ വ്യക്തി ആ ഫിലിമിനെയോ ആ ബുക്കിനെയോ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത് അതാ പറയുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. വളരെ മോശമായിട്ട് ഒരാൾ പറയുമ്പോൾ വളരെ നന്നായിട്ട് വേറെ ആൾ പറയും. ഇതിന് കാരണം ഇതാണ്. ഓരോ വ്യക്തിയും അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ കൂടെ ഒരേ അനുഭവത്തിനെ വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം.
അവർ വിശകലനം ചെയ്യുന്ന അങ്ങനെ. ഇതൊക്കെ അറിഞ്ഞപ്പോൾ എന്താ ഗുണം? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിന്ന് പോയാൽ, പെട്ടുപോയാൽ, നമുക്ക് ഉടനെ ഒരു റിയാക്ട് ചെയ്യാനുള്ള മനസ്സ് വരും. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, നമ്മൾ പിന്നെ റെസ്പോണ്ട് ചെയ്യും. സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിയും. ഒന്നും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എൻ്റെ സങ്കല്പങ്ങളാണ് എൻ്റെ മുന്നിൽ അനുഭവങ്ങളായിട്ട് വരുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും? ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴേ ജീവിതം എന്ന ഈ അനുഭവം നമ്മളുടെ കയ്യിൽ നിൽക്കുക. ഉപനിഷത്ത് പഠനം കൊണ്ട്, ഇല്ലെങ്കിൽ ആധ്യാത്മികമായ ശാസ്ത്ര പഠനം കൊണ്ട് നമ്മൾക്ക് ഇതാണ് സാധിക്കേണ്ടത്. ഒരിക്കലും ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, സുഖത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഇത് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അവനവൻ തന്നെയാണ് ദ്വന്ദ്വങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. പരസ്പരം വിപരീതമായിട്ട് കാണുന്നത് അവനവനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇത് മാത്രം അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇതുണ്ടോ അതുണ്ട്. ഈ കോയിൻ എടുക്കുന്ന പോലെയാണ്. ഒരു സൈഡ് ഉണ്ടെങ്കിൽ മറ്റേ സൈഡും ഉണ്ട്. നമുക്ക് വേണ്ടത് ഇത് കോയിനാണെന്ന് മനസ്സിലാക്കലാണ്. ജീവിതം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവ മണ്ഡലമാണ്. അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു മനുഷ്യ ജീവിതം എന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. മനുഷ്യജീവിതം എന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മാറി നിന്ന് കാണാൻ പറ്റും, മനുഷ്യാനുഭവങ്ങളെ കാണാൻ പറ്റും. എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക. ഞാൻ ഉറങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങൾ എവിടെ പോകുന്നു? ഞാൻ ഉണരുമ്പോൾ ഈ പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴേ നമ്മളെ ജീവിതത്തിൽ നമുക്ക് മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്തവരൊക്കെ തകർന്നു പോകും. ചിലപ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ കുറ്റം പറയും. അയാൾ കാരണം എൻ്റെ ജീവിതം എങ്ങനെയായി, ഇയാൾ കാരണം എൻ്റെ ജീവിതം എങ്ങനെയായി. ഈ അയാളും ഇയാളൊക്കെ എവിടുന്ന് വന്നു? ഇതാണ് ചോദ്യം. ഞാൻ എന്തിനിങ്ങനെ സങ്കല്പിച്ചു? അപ്പൊ എൻ്റെ സങ്കല്പങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റില്ലേ? നമ്മളിതൊക്കെ പഠിക്കുന്നത് പഠിച്ചു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. ഭഗവാൻ പറഞ്ഞു ദുഃഖ സംയോഗ വിയോഗം. ഭഗവത്ഗീതയിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പദമാണ് ദുഃഖ സംയോഗ വിയോഗം, 6-ാം അധ്യായത്തില്. അപ്പൊ അതില് ദുഃഖങ്ങളെ തരുന്ന വസ്തുക്കളിൽ നിന്നും മുക്തമായിട്ടിരിക്കുക. ദുഃഖങ്ങളെ തരുന്ന എന്താണ്? ശരീരം, ദേഹം, മനസ്സ്, ബുദ്ധി. ഈ 3 തലത്തിലെ നമ്മൾക്ക് സുഖ ദുഃഖ അനുഭവങ്ങളുള്ളൂ. ഞാൻ ഇത് 3ഉം അല്ല എന്ന് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസം. കാരണം നമ്മൾ ശരീരത്തിനോടും മനസ്സിനോടും ബുദ്ധിയോടും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് മനസ്സിലാക്കല. ഈ ശരീരം എൻ്റെ സങ്കല്പമാണ്, ഈ മനസ്സ് എൻ്റെ സങ്കല്പമാണ്, ഈ ബുദ്ധി തീരുമാനങ്ങൾ എൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ഈ അനുഭവങ്ങൾ എൻ്റെ സങ്കല്പം. എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ തന്നെ പലതായി അനുഭവിച്ചു കൊണ്ടിരിക്കണോ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം നിവൃത്തിയുണ്ടാവും. ശത്രുതകളൊന്നും ഉണ്ടാവില്ല. അവനവനോട് ശത്രുത ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം. പലർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ സംഭവിക്കുന്നതും പലരും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം അറിയാത്തതുമാണ്. സ്വപ്നലോകത്തിൽ ഞാൻ എന്നെ എപ്രകാരം പലതായി കാണുന്നുവോ അതുപോലെ ഒരു സമഷ്ടി സങ്കല്പം, ഒരു വലിയ ഡ്രീം, ഒരു ഡ്രീം വേൾഡ്. അതിനകത്ത് ഓരോ ക്യാരക്ടറുമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വിചാരിച്ചാലോ? ഈ ലോകം നമുക്ക് ഓരോരുത്തർക്കും ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നമ്മളുണ്ടായാൽ നമ്മളിലും ആ സങ്കല്പ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഓരോ ബ്രഹ്മാവുണ്ട്. ആ സങ്കല്പ ശക്തി അനുസരിച്ച് ഓരോ വ്യക്തിയും അയാളുടേതായ ഒരു ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ലോകം, അനുഭവം എന്ന മണ്ഡലം ഉണ്ടായി. അതിനകത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഭിന്നമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ലോകം എന്ന അനുഭവം, സൃഷ്ടി എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇതെന്നു മുതലുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ കാലം എന്നൊരു
കാര്യം പറയേണ്ടി വരും. കാലം പോലും സങ്കല്പത്തിനകത്താണ്. അതുകൊണ്ട് എന്തു പറയും? ദർശനങ്ങൾ പറയും അനാദി എന്ന് പറയും. പക്ഷെ ഇതിനെ അവസാനിപ്പിക്കാം. എങ്ങനെ? ആത്മജ്ഞാനത്തിൽ അവസാനിപ്പിക്കാം. ഇതെല്ലാം സങ്കല്പമാണ്, അത് എന്നിലാണ് സംഭവിക്കുന്നത്, ഞാൻ തന്നെയാണ് എല്ലാമായി മാറിയിരിക്കുന്നത് എന്ന സാക്ഷാത്കാരമാകുമ്പോൾ അത് കഴിയും. ഭിന്നത്വം ഇല്ലാണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞ പൊസിഷനിലേക്ക്, ആ തലത്തിലേക്ക് നമ്മൾ എത്തും. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന പറഞ്ഞു. ഈ കാണുന്നതെല്ലാം ഞാൻ അവ്യക്തമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ വിധത്തിൽ ഞാൻ തന്നെയാണ് ഈ ജഗത്തായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ആ അവ്യക്തമായെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാത്ത തലത്തിലുള്ള ബ്രഹ്മമായതുകൊണ്ട് ഭഗവാൻ സ്വയം അവ്യക്തം എന്ന് പറയും. ജഗത്തിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുമ്പോഴും ആദ്യം ആലോചിക്കേണ്ടത് ഇത് ദൈവമാണ്, ദൈവം ജഗത്തിൽ നിന്ന് അന്യമല്ല, ഇതാണ് പറയുന്നത്. ഈ തലത്തിൽ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ ഉറച്ചിരിക്കണം. ഇത് തൽക്കാലം ഒരു ക്ലാസ് കേട്ടിട്ട് മറന്നു പോകാനുള്ളതായി പോകരുത്. അങ്ങനെയാകുമ്പോഴാണ് പ്രശ്നം. ഇനി ആദ്യം മുതൽ നമ്മളൊന്ന് ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സൃഷ്ടി എന്നത് അനുഭവ മണ്ഡലമാണ്. നമ്മൾ അനുഭവിക്കുമ്പോഴേ ആ സൃഷ്ടിയുള്ളൂ. ഈ അനുഭവ മണ്ഡലം ഉണ്ടായത് സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. സങ്കല്പം ഉണ്ടായപ്പോൾ ഞാൻ എന്നെ തന്നെ പലതായിട്ട് കാണുന്ന അവസ്ഥയായി. അതിന് നമ്മൾ പ്രതിഭാസം എന്ന് പറയും. ജഗത് പ്രതിഭാസമാണ്, ജഗത്തായിട്ട് കാണപ്പെടുന്ന അനുഭവിക്കുന്നത് അത് ഞാൻ തന്നെയാണ്. ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതിന് നമ്മൾ മായ എന്ന് പറയും. അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായതല്ല, ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ബ്രഹ്മത്തിനകത്ത് ഇങ്ങനെ ജഗത് പ്രതിഭാസം ഉണ്ടാവുന്നതിന് നമ്മൾ മായ എന്ന് പറയും. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലെങ്കിൽ ഒരു പർപ്പസ് ഒന്നുമില്ല. ദൈവം എന്തിനു സൃഷ്ടിച്ചു? സന്തോഷിക്കാൻ എന്ന് മതത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്വൈതം പറയുന്നത് അങ്ങനെ പർപ്പസ് ഒന്നുമില്ല, അതങ്ങനെയാണ്. അതങ്ങനെ പർപ്പസ് ഒന്നുമില്ലാതെ ഇങ്ങനെ പ്രതിഭാസം ഉണ്ടാവുന്നത് കൊണ്ട് അതിന് ലീല എന്ന് പറയും. ലീല. ഇപ്പം മായും ലീലയൊന്നും വ്യത്യാസമൊന്നുമല്ല. നമ്മൾ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ ഓരോ മന്ത്രത്തിലും ഇത് പറയും. അവസാനം ഓം ശ്രീ ലളിതാംബികായെ നമ്മൾ പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ലീലയായി ചെയ്യുന്നവൾ ബ്രഹ്മം. ലളിതാ സഹസ്രനാമത്തിൽ 1000 ലാസ്റ്റ് മന്ത്രം. അപ്പൊ ദൈവം കളിക്കണു എന്നല്ല പറയാം. അത് ഭക്തിയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് പറയാൻ സുഖമാണ്. ഒക്കെ രാമലീലയല്ലേ, ഒക്കെ ശ്രീകൃഷ്ണ ലീലയല്ലേ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ തത്വങ്ങൾ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. ഈ ദേഹം എന്ന അനുഭവം ആ സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു സങ്കല്പമാണ്. ഇത് ഞാൻ എന്ന് വിചാരിച്ചപ്പോൾ ഈ ദേഹവുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഞാൻ എൻ്റെ ലോകമായി വിചാരിച്ചു. അതിലെ അനുഭവങ്ങൾ എൻ്റെ അനുഭവമായിട്ട് വിചാരിച്ചു. ഇങ്ങനെ വിചാരിക്കുന്നതിന് നമ്മൾ സംസാര അനുഭവം എന്ന് പറയും. ഇതിൽ നിന്ന് മുക്തമാവുമ്പോൾ മുക്തി എന്ന് പറയും. മുക്തി ആവാത്തിടത്തോളം കാലം ഈ സംസാര അനുഭവം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ജന്മം പുനർജന്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യവും ജന്മം പുനർജന്മം മുജ്ജന്മം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ജനിച്ചത് മരിച്ചത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ജന്മം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. ഓരോ ദേഹങ്ങൾ വന്നു നിന്ന് പോയി, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ദേഹം എങ്ങനെ ഉണ്ടായി? സങ്കല്പത്തിൻ്റെ ഭാഗമുണ്ട്. ഒന്നും കൂടി ഓർമ്മിക്കാൻ എളുപ്പമുള്ളത്, ഞാൻ ഒരു സമഷ്ടി സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് അതിലുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് വിചാരിക്കുന്നത്. സാറിന് പറയില്ല, ലൈഫ് ഇസ് എ ഡ്രീം വിത്തിൻ എ ഡ്രീം എന്നാ പറയുന്നത്. ഈ സ്വപ്നം ആരാണ് കാണുന്നത്? നമ്മൾ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ എന്നെ സ്വപ്നം കാണുന്ന ആ ചൈതന്യം ആരാണ്? അതിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കണം. ദൈവത്തിൻ്റെ സ്വപ്നത്തിനകത്തെ ക്യാരക്ടറാണ് ഞാൻ. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതം സുഖമാണ്. ചില സമയത്ത് ആ സ്വപ്നത്തിൽ നമുക്ക് നല്ല റോളുകൾ ഉണ്ടാവും, ചില സമയത്ത് മോശം റോളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു ഇതിനകത്താണ്. ഒരിക്കലും ഈശ്വരന് പുറത്തേക്ക് പോവില്ല, പോകാനും പറ്റില്ല.
ഇത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സങ്കല്പത്തിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പശക്തിയുണ്ട്. കാരണം ഇപ്പൊ ഈ മന്ത്രം എന്താ പറഞ്ഞത്? ഈ സങ്കല്പം ഞാൻ പലതാവട്ടെ എന്ന് ആഗ്രഹിച്ചു, എന്നിട്ട് തപസ് ചെയ്തു, പലതായിട്ട് മാറി, ഭിന്ന ഭിന്നങ്ങളായിട്ട് മാറി. ഇതൊക്കെ ഭിന്ന ഭിന്നമായിട്ട് മാറുമ്പോഴും ആ സങ്കല്പിച്ച ശക്തി തന്നെയാണത്, അത് മാറിയിട്ടില്ല. ഇനി ഇതിന്റെ ഉദാഹരണം ഇപ്പം നമ്മൾ ഒരു കരിങ്കല്ല് തൂണ് കണ്ടു എന്ന് വിചാരിക്കുക. അമ്പലങ്ങളിൽ പോകുമ്പോൾ ഈ കൊത്തുപണി കാണില്ല, ഓരോ കരിങ്കൽ തൂണുകളിലും കൊത്തുപണി ഉണ്ടാവും. അതിൽ ആനയും പുലിയും ദേവതാ രൂപങ്ങളും പൂവും ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിത് കാണുമ്പം പറയും, അത് കൊത്തിയത് ഇവിടെ ഈ താമര നല്ല ഭംഗി കൊത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ദേവതാരൂപം നല്ല ഭംഗിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കാണും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ കാണുന്നത് ആ കരിങ്കല്ലിനെയാണ്. പക്ഷെ രൂപം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇപ്പൊ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഈ നഗ്നത കൊത്തിവെച്ചിട്ടുണ്ട്. അയ്യോ അശ്ലീലം, ക്ഷേത്ര ശില്പങ്ങളിൽ അശ്ലീലമുണ്ട്, ഭയങ്കര അശ്ലീലമാർക്കാ തോന്നിയത്? അത് കണ്ടവന്റെ കണ്ണിലുള്ള അശ്ലീലം. അശ്ലീലമായിട്ട് അയാൾക്ക് തോന്നിയോണ്ട് അയാൾക്ക് അത് അശ്ലീലമാണ്. അവിടെ ഒരു ചരിത്ര ഗവേഷകനാണ് പോകുന്നതെങ്കിൽ അയാൾ ആ കല്ലിന്റെ എത്ര പഴക്കമുണ്ട്, ആ കൊത്തുപണി ഏത് കാലത്തെ കൊത്തുപണിയാണ്, അത് ആ ശില്പി ഏത് കാലത്തെ ശില്പി ആയിരിക്കും, ഇതൊക്കെയാണ് പഠിക്കാൻ പോവുക. ഏത് മനോഭാവത്തോടു കൂടി പോകുന്നു, അതിലിപ്പോ ഒരു വളരെ സൗന്ദര്യ ആസ്വാദകനാണ് പോകുന്നെങ്കിൽ അയാൾ ആ കൊത്തുപണിയിലെ സൗന്ദര്യം കണ്ടിട്ട് വരും. ചരിത്രകാരനാണെങ്കിൽ ആ കാലത്തെ ഏത് കാലത്തുമായിട്ട് ബന്ധപ്പെട്ട കൊത്തുപണികളാണ് അത് കണ്ടിട്ട് വരും. മനസ്സ് മുഴുവൻ വേറെ വിചാരങ്ങളും അശ്ലീല വിചാരങ്ങളായിട്ട് പോകുന്നവർ അത് കണ്ടിട്ട് വരും. ഇതൊക്കെ മോശമാണെന്ന് വിചാരിക്കുന്നവർ ഇത് മോശമാണ്. ചിലവരെന്ത് പറയും? ക്ഷേത്രത്തിന് പുറത്തല്ലേ കൊത്തുപണി, ക്ഷേത്രത്തിന് പുറത്ത്, ക്ഷേത്രത്തിനകത്ത് വിഗ്രഹമാണ്. അപ്പോൾ ആത്മാവിലേക്ക് പോകുന്ന സമയത്ത് വിഷയലോകങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് പറഞ്ഞു തരുന്നത്. ഈ കൊത്തുപണികളിലെല്ലാം നോക്കി നിൽക്കേണ്ടത് അതിനകത്തു കൂടെ പ്രവേശിച്ച് വിഗ്രഹത്തിൽ, ഇങ്ങനെയാണ് ആത്മദൃഷ്ടിയുള്ള ഒരാൾ പോവുക. അതുപോലെ നമ്മൾ ഈ ലോകം കാണുമ്പോൾ എന്തൊക്കെ ഭിന്നമായിട്ട് കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ ആലോചിക്കാനുള്ളത്, ഇതൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. വിവേകാനന്ദ സ്വാമി വളരെ കൃത്യമായിട്ട് കർമ്മയോഗം എന്ന പുസ്തകത്തിൽ പറഞ്ഞു, ഈ പ്രപഞ്ച അനുഭവങ്ങളെല്ലാം ഒരു വ്യക്തി ഞാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങളാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, ഞാൻ എന്നെ പലതായി കാണുന്നത് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകം ഉണ്ടായത് ലോകത്തിന് ആധാരമായിരിക്കുന്ന ഞാൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങളെ പഴിക്കേണ്ട ആവശ്യമില്ല, ശത്രുമിത്ര ഭാവങ്ങളെ പഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞ പോലെ കർമ്മങ്ങളോട് പ്രതികരിക്കുക, അത് മുന്നോട്ട് നീങ്ങാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഇതാണ് ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കലും ഇപ്പോൾ ഏതൊരു ആശ്രമത്തിൽ നമ്മൾ പോയി നോക്കിയാൽ അവരാരും സാഹചര്യങ്ങളെ പഴിക്കുന്നത് കാണില്ല. ഓരോ സാഹചര്യം വരുമ്പോഴും പറയും നമ്മളെ പഠിക്കാനുണ്ട്, നമ്മളെ പഠിക്കാൻ. ഇതാണ് ഞാൻ എന്തിന് ഇതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ഞാൻ എന്തിന് ഇത് അനുഭവിക്കണം. ഒന്ന് ഈ അന്തർമുഖനാവുക പറയും. അല്ലെങ്കിൽ ഇത്രയും ദുഃഖങ്ങൾ വരുമ്പോൾ ആരാണ് ദുഃഖിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കാൻ നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികമായ പാതയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്, പുരോഗതി ഉണ്ട് എന്നാണ്. സാഹചര്യങ്ങളെ പഴിച്ചിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇണങ്ങിപ്പോയിട്ടും പിണങ്ങിപ്പോയിട്ടൊക്കെ അങ്ങനെ ചിലർ കാണാം. പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിലൊക്കെ എടുത്ത് ചാടി പിണങ്ങിപ്പോണവരൊക്കെ, അവർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഭഗവാൻ താം തിദീക്ഷസ്വ ഭാരത എന്ന് എപ്പോഴും പറയില്ല. തിദീക്ഷ, സുഖവും ദുഃഖവും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സംയമനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇതാണ് ഒരു സാധകന് വേണ്ട ഏറ്റവും വലിയ ഗുണം, തിദീക്ഷ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്. നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളൊക്കെ അവനവനിൽ നിന്നാണ് വരുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിദീക്ഷയിൽ നിൽക്കും. അതാണ് നമ്മളെ സ്വത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒന്നാം ശിവായ.